എനിക്ക് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ചെയിനുകളൊന്ന് കാട്ടിത്തരും. നമുക്ക് നോക്കാം. ഈ ചെയിനൊന്ന് ക്ലിയർ ആയിട്ട് കാട്ടിത്തരും. മേക്കിംഗ് ചാർജൊക്കെ എത്രയാണാവോ? ഇടൻ ചാർജൊക്കെ ഈടാക്കാവോ ഇവര്? നിങ്ങളുടെ ടാഗിൽ എന്താ +1 എഴുതിയിരിക്കുന്നത്? വേറൊരിടത്തിലും കണ്ടിട്ടില്ലല്ലോ. ഗോൾഡ് എടുക്കാൻ വരുന്ന ഏതൊരു കസ്റ്റമറുടെയും ടെൻഷനാണ് ഏതൊക്കെ മോഡലുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതിനെന്തൊക്കെ പണിക്കൂലി. കാരണം എല്ലാ ജ്വല്ലറിയിലും നടക്കുന്ന കാര്യങ്ങളാണ്. ബംഗാളി ഐറ്റംസ് അല്ലെങ്കിൽ കൽക്കട്ട ഐറ്റംസ് അതൊക്കെ സെമി ആന്റിക് ആയിട്ട് വരെ മാറുന്ന കാലഘട്ടമാണ് ഇപ്പോഴത്തെ. നമ്മുടെ അവിടെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റത്തിന് എല്ലാത്തിനും ഏതൊക്കെ മോഡലുകളെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ മാർജിനും ഞങ്ങൾക്ക് കിട്ടുന്ന മാർജിനും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ജയിൽ വരികയാണെങ്കിൽ സെയിൽസ്മാന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ടാഗ് നോക്കി ഐറ്റം എത്രയാണ് പണിക്കൂലി എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്വർണത്തിനെ കുറിച്ച് അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും വിശ്വാസത്തോടു കൂടി ജയിൽ നിന്ന് സ്വർണം വാങ്ങാം. അത് ഞങ്ങൾ ജെ ജ്വല്ലേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ഞാൻ ടെൻഷൻ അടിച്ച പോലെ ഇനി ആർക്കും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. എല്ലാം ടാഗിലുണ്ടല്ലോ.